ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പീസും ഇതുപോലെയാണ് ഫ്ലവർ ആക്കി എടുക്കേണ്ടത്. നമ്മളതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ലാസ്റ്റിൽ വരുന്ന ഭാഗം മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്കത് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെയുള്ള കുറേ പൂക്കൾ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത ഫ്ലവറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരെന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇതുപോലെ കുറേ പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇലകൾ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസിൽ നിന്നും നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കുറച്ച് ചെരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ പൂക്കളും ഇലകളും നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും ഇതുപോലെ നമുക്ക് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇലകളും നമ്മൾ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഫ്ലവറിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാണ്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളിലുള്ള ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ഇലകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി ഗ്ലൂ ഗണ്ണ് വെച്ചാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അതിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഒരു വൈറ്റ് കളർ നെറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറിയ ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ നെറ്റിൻ്റെ പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ലൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈസും നമ്മൾ ഇതിൻ്റെ താഴെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ വൈറ്റ് കളർ തെർമോക്കോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന തെർമോക്കോൾ ബാൾസ് എല്ലാം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്കിലായിട്ട് ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ കയ്യിലുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.